ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദെ നയിക്കുന്ന ശ്രീ ലളിത സഹസ്രനാമ പഠന ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ഇന്നത്തെ ക്ലാസ് നമുക്കിപ്പോൾ ആരംഭിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുമേനി. നമസ്കാരം എല്ലാവർക്കും. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ഓം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയ്ക്ക് പകരം ഇന്ന് ശനിയാഴ്ചയായി മാറി ചില കാരണങ്ങളാൽ. നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത് നമ്മൾ 34-ാമത്തെ ശ്ലോകത്തിലായിരുന്നു നിർത്തിയത്. അപ്പോൾ ആ അർത്ഥങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവാം. 6 വികാരങ്ങളാണ് പൊതുവെ നമ്മൾ ഹനുമാൻ ചാലീസ പഠിച്ചപ്പോഴും വികാരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എങ്കിലും ഒന്നുകൂടി ഓർമ്മ പുതുക്കാം. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഈ 6 വികാരങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. ഏത് ആളാണെങ്കിലും, എത്ര വലിയ യോഗിയാണെങ്കിലും, എത്ര തുച്ഛനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും, ഏത് ജീവിയാണെങ്കിലും ആ നയിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളെയൊക്കെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ഈ 6 വികാരങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 വികാരങ്ങളാണ് കാമവും ക്രോധവും. ബാക്കിയെല്ലാം അഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ തിരുമേനി എന്താ തിരുമേനിയുടെ പേരാണ് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ? കുഴപ്പമില്ലല്ലോ? കേൾക്കുന്നില്ല എല്ലാവർക്കും? കേൾക്കാം. ഓക്കെ. അപ്പോ ഈ കാമവും ക്രോധവും ഏറ്റവും ബേസ് ആയിട്ടുള്ള 2 വികാരങ്ങളാണ്. അവിടുന്ന് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ പ്രയാണത്തിനനുസരിച്ച് ലോഭം വരും, മോഹം വരും, മദം വരും, മാത്സര്യം വരും. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവിധ വികാരങ്ങളും അതിനുശേഷം ഒന്നൊന്നായി വന്നുകൂടും. ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എത്ര നമ്മൾ പഠിച്ച് എത്ര നമ്മളെ തന്നെ ശക്തിയെ തന്നെ ദൈവിക ആരാധന കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോയാലും അവസാനം പോകുന്നത് ഇവിടെ ഫിലോ എന്ന പ്രിൻസിപ്പിളിലാണ് പോകുന്നത്. ഫിഫോ ആൻഡ് ഫിലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നോർമൽ പ്രിൻസിപ്പിൾ ഇതാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്നാണ്. നമുക്ക് ഒരു ചെറിയ മഹാഭാരതത്തിലൊരു കഥ പെട്ടെന്ന് നോക്കാം. ഭീഷ്മര് തൻ്റെ വിചിത്രവീരനും ചിത്രാംഗതനും വിചിത്രവീരന് വേണ്ടിയിട്ട് കാശി രാജാവിന്റെ 3 മക്കളെയും ബലമായി പിടിച്ചെടുത്ത് അമ്പയും അംബികയും അംബാലികയും കൊണ്ടുവരികയാണ്. അതിനകത്ത് അംബികയും അംബാലികയും വിവാഹത്തിന് സന്നദ്ധരായി. അംബ പറഞ്ഞു, എനിക്ക് സാൽവനുമായിട്ട് പ്രണയമുണ്ട്, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണമെന്ന്. അപ്പോൾ ഭീഷ്മർ ഉടനടി പറഞ്ഞു, എന്തുകൊണ്ട് നീ അപ്പോഴേ പറഞ്ഞില്ല? എന്തായാലും നീ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഭീഷ്മരെ കൊണ്ടേ ആക്കുകയാണ്. പക്ഷെ സാൽവൻ, മറ്റൊരു പുരുഷൻ കരം പിടിച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊണ്ടുപോയതാണ് നിന്നെ, ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല, നീ ഭീഷ്മരോട് തന്നെ കല്യാണം കഴിക്കാൻ പറയൂ എന്ന് പറയാണ്. എന്ന് പറഞ്ഞ് അവിടുന്ന് അമ്പയെ പറഞ്ഞു വിടുകയാണ്. ഈ കഥകളൊക്കെ നമുക്കറിയാം.
അമ്പ തിരിച്ച് ഭീഷ്മരുടെ അടുത്ത് വരുന്നു. കുറെ കാലം ശ്രമിക്കുകയാണ് ഹസ്തിനപുരത്തിൽ താമസിച്ചിട്ട്. പക്ഷെ ഭീഷ്മർ ഒരിക്കലും നിത്യബ്രഹ്മചാരിയാവാൻ ശപഥം ചെയ്തതാണ്. ഭീഷ്മ ശപഥത്തിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം തയ്യാറാവുന്നില്ല. അങ്ങനെ വളരെ ദുഃഖിതയും കോപാകുലയുമായിട്ട് പരശുരാമന്റെ അടുത്ത് എത്തുകയാണ്. ആര്? അംബ. പരശുരാമൻ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ, അംബയുടെ ഭീഷ്മരുടെ ധാർഷ്ട്യം, ഭീഷ്മര് പരശുരാമന്റെ ശിഷ്യനാണ്. അപ്പൊ തന്റെ ശിഷ്യന്റെ ഇതെല്ലാം കാണുമ്പോൾ ഇത്ര ധിക്കാരമോ? 3 സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോവുക. ഞാൻ ഇപ്പൊ തന്നെ അവനോട് പറയാം, നീ എന്താണെങ്കിലും നീ അംബയെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ പരശുരാമൻ ഭീഷ്മരുടെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് അംബയെ വിവാഹം കഴിക്കാൻ പറയാണ്. പക്ഷെ പരശുരാമൻ പറയും, സൂര്യൻ ഒരിക്കലും ഉദിക്കാത്ത അവസ്ഥ വന്നാൽ പോലും ഞാൻ എൻ്റെ ശപഥത്തിൽ നിന്നോ എൻ്റെ വാക്കിൽ നിന്നോ മാറില്ല, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ഭീഷ്മരോട് പറയണം. പരശുരാമനോട് പറയണം. അപ്പൊ പരശുരാമന് ക്രോധം, അല്ലെങ്കിൽ തന്നെ ക്രോധമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ദുർവാസാവിന് ക്രോധമാണ്, പരശുരാമന് ക്രോധമാണ്. അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും സംശയം തോന്നും, ഇവർക്കൊക്കെ ഈ ക്രോധം എവിടുന്നാ വരുന്നതെന്ന്. അപ്പോ ഈ അങ്ങനെ ക്രോധിതനായിട്ട് യുദ്ധം ചെയ്യാണ് ഭീഷ്മരുടെ അടുത്ത്. അപ്പൊ യുദ്ധം ചെയ്യാൻ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാൻ പരശുരാമനാണ് എന്ന് പറയുമ്പോ ഭീഷ്മർ പറയാണ്, ഞാൻ ക്ഷത്രിയരെ എത്രയോ പ്രാവശ്യം 21 വട്ടം മുടിച്ചതാണ്, മുച്ചൂടും മുടിച്ച അതിശക്തിശാലിയായിട്ടുള്ള ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ പറയാണ്, അതെല്ലാം ചെയ്തപ്പോ ഒരു ഭീഷ്മരില്ലാതെ പോയി അതിനെ തടുക്കാൻ എന്ന് പറഞ്ഞു അത്രയാണ്. അങ്ങനെ ആ വാക്തർക്കത്തിന് ശേഷം അവർ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഘോര യുദ്ധം നടക്കുകയാണ്. അതിനുശേഷം ആദ്യമൊക്കെ ഭീഷ്മർക്ക് കുറച്ച് വിഷമമുണ്ടായെങ്കിലും പിന്നെ ഭീഷ്മരുടെ ശക്തിയും ഭീഷ്മരുടെ നിഷ്ഠയും കാരണം പരശുരാമന് നിൽക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥ വരികയാണ്. ഭീഷ്മര് ദേവഗണങ്ങളുടെ സഹായത്തോടു കൂടി ഒരു ദിവ്യാസ്ത്രം എയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ പരശുരാമൻ തന്നെ മഴു കയ്യിലെടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ശിവൻ പ്രത്യക്ഷപ്പെട്ട് ആ യുദ്ധം നിർത്തിവെക്കാൻ പറയാണ് അവരോട്. അങ്ങനെ അംബയോട് പറയാണ്, നീ അടുത്ത ജന്മത്തില് ഭീഷ്മരെ വധിക്കുമെന്ന്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന എന്താ വെച്ചാൽ, ഇത്രയും തപസ്വിയായിട്ട് പോലും ക്രോധവും അത് കഴിഞ്ഞ കാമം പോലും. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ലസ്റ്റ് അല്ല, എന്തും ചെയ്യാൻ, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള, എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം, എന്തിലെങ്കിലും എത്തിപ്പെടാനുള്ള ആഗ്രഹം, അതിനാണ് ഇവിടെ കാമം എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ ആ ക്രോധവും. അപ്പൊ നമ്മളിത് കാണുന്നുണ്ട് പലപ്പോഴും. എല്ലാ വളരെ ഉന്നത സ്ഥലത്തെത്തി നിൽക്കുന്ന ആളുകൾക്കും ക്രോധം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ഈ ചെറിയ ചെറിയ കാമങ്ങളിലും ക്രോധങ്ങളിലും പെട്ട് വളരെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചിട്ടുള്ള ഈ വാസനകള്, അതിന്റെ ബലത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് പോലും ക്രോധമുണ്ട്. എങ്ങനെ അതിനെ മാറ്റാം എന്നുള്ളതാണ് ഈ ലളിതാ സഹസ്രനാമം പോലെ നമ്മള് ആരാധിക്കുമ്പോൾ, ദേവി ആരാധിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ ഓരോ തലങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് എങ്ങനെ നമ്മൾക്ക് ആ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാം, അവിടെ നിന്ന് നമ്മളുടെ കാമവും ക്രോധവും ഏറ്റവും ചുരുങ്ങിയ നിലയിൽ, ഇല്ലാത്ത അവസ്ഥ വരില്ല, ഏറ്റവും ചുരുങ്ങിയ നിലയിൽ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു 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 പഠന പദ്ധതി കൂടിയാണ് ഈ ലളിതാ സഹസ്രനാമം. അപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിവെച്ച, കാരണം ഈ കാമവും ക്രോധവും ധാരാളം വരും എന്നുള്ള ശ്ലോകങ്ങളിലൊക്കെ. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കാണാം. നമ്മൾ നിർത്തിവെച്ച ശ്ലോകമായിരുന്നു ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവൻ ഔഷധി. ഇപ്പൊ കാമനെ ദഹിപ്പിച്ചു കളഞ്ഞു ആര്? പരമശിവൻ. പരമശിവൻ ഇവിടെ ദഹിപ്പിച്ചു കളഞ്ഞപ്പോൾ അതിൽ നിന്നാണ് ഭണ്ഡാസുരൻ, ആ ഭസ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ആ ഭണ്ഡാസുരന്റെ വധം കഴിഞ്ഞു. അപ്പൊ കാമനെ വീണ്ടും, കാമനില്ലാതെ ചരാചരങ്ങളില്ല. അപ്പൊ ദേവിക്ക് തന്റെ എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടി നടക്കണമെങ്കിൽ കാമൻ വേണം, ആഗ്രഹം വേണം. സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഇത് വേണം. അപ്പോ ദേവി എന്ത് ചെയ്യാണ് ഇവിടെ? ആ പരമശിവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ കാമേശ്വരനെ, കാമനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. അങ്ങനെ രതിദേവിക്ക് തന്റെ ഭർത്താവിനെ കിട്ടുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ച ഈ കഥയിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്ര നമ്മൾ എങ്ങനെയായാലും ഈ സൃഷ്ടി മുന്നിലേക്ക് പോവാൻ ഈ ഗുണങ്ങളെല്ലാം വേണ്ടിവരും, ഈ വികാരങ്ങളൊക്കെ വേണ്ടിവരും. അതിനെ എങ്ങനെ സമന്വയിപ്പിച്ച് നമ്മളുടെ ജീവിതത്തെ മുന്നിലേക്ക് നയിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാൽ മാത്രമേണ് നമ്മൾ ആ ദ്വൈത രൂപത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് എത്തുള്ളൂ. ഇനിയുള്ള നാമങ്ങൾ, ഇപ്പോ നമ്മൾ ദേവിയുടെ ഇതുവരെ കണ്ടത് മുഴുവൻ സ്ഥൂല രൂപ വർണ്ണനയാണ്. ഇപ്പൊ സ്ഥൂല രൂപ വർണ്ണന എന്ന് പറഞ്ഞാൽ ദേവിയുടെ
രൂപം നമ്മൾ കണ്ടു, ദേവിയുടെ ഭാവം നമ്മൾ കണ്ടു, ദേവിയുടെ ഗന്ധം നമ്മൾ കണ്ടു, ദേവിയുടെ ശബ്ദം നമ്മൾ കണ്ടു, ദേവിയുടെ വർണ്ണം നമ്മൾ കണ്ടു, എല്ലാം നമ്മൾ കൃത്യമായി കണ്ടു. ഇപ്പോ ചിലപ്പോ സഹസ്രനാമം വായിക്കുമ്പോൾ ഒരടിക്ക് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്, ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസമോ ഒക്കെ. അപ്പൊ നമുക്ക് 20 ശ്ലോകങ്ങളെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ സ്ഥൂല രൂപത്തിന്റെ ആദ്യ വർണ്ണനയാണത്. അതിനുശേഷം ദേവി ആ സ്ഥൂല രൂപം കൊണ്ട് എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് പിന്നെയുള്ള ബാക്കിയുള്ള ശ്ലോകങ്ങൾ, നമ്മുടെ 33-ാമത്തെ ശ്ലോകം വരെയുള്ളത്. അപ്പോ ആ 20 ശ്ലോകം വായിച്ചിട്ട് മരാളി മന്ദഗമന മഹാലാവണ്യ ശേവധി എന്നുവരെ വായിച്ച് നിർത്തിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് സൗകര്യം പോലെ മുഴുവൻ വായിക്കാം. അപ്പോ ഇതിനെക്കുറിച്ച്, ഈ ലളിതാ സഹസ്രം വായിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ലളിതാ പരമേശ്വരി അമ്മയാണ്, അമ്മയെ എപ്പോഴും ധ്യാനിക്കാം. ഹൃദിസ്ഥമാണെങ്കിൽ ഏതവസ്ഥയിലും, രോഗം ബാധിച്ച അവസ്ഥയാണെങ്കിൽ, കുളിക്കാൻ പറ്റിയില്ലാണ്ടെങ്കിലും ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നാമം ജപിക്കാം. ഏതവസ്ഥയിലും നമ്മൾക്ക് ദേവിയുടെ നാമം ജപിക്കാം. പക്ഷെ ആ ജപിക്കാനുള്ള മനസ്ഥിതി വേണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലളിതോപാഖ്യാനത്തില്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി, ഇനിയുള്ള നാമങ്ങളെല്ലാം, ഇനി കുറച്ച് തുടർച്ചയായി വരുന്ന നാമങ്ങള് ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയാണ്. അപ്പൊ ദേവിക്ക് എന്തൊക്കെ രൂപങ്ങളാണുള്ളത് നമ്മൾ ഒരു വട്ടം കണ്ടതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിനകത്ത് പല നാമങ്ങളുടെയും അർത്ഥം ഗുരുമുഖത്തുനിന്ന് മന്ത്രരൂപേണ ലഭിക്കേണ്ടതാണ്. പക്ഷെ നമ്മളൊരു പഠന ക്ലാസ് ആയത് കാരണം കൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. അതിനെ എഴുതിയെടുക്കുകയോ അതിനെ നമ്മൾ ജപമായിട്ടോ അല്ലെങ്കിൽ മന്ത്രരൂപത്തിലോ പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പോൾ നമ്മളത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാവന വരും. എന്താണ് ഞാൻ ജപിക്കുന്നത്, എന്താണ് അതിന്റെ ശക്തി എന്നുള്ള ആ ഒരു ഭാവന നമ്മുടെ മനസ്സിൽ വരണം. അപ്പോൾ ദേവി തനിയെ നമ്മൾ പ്രസാദിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇനിയുള്ള നാമങ്ങൾ പറയുന്നത്. അപ്പോ ദേവിക്ക് സ്ഥൂല രൂപമുണ്ട്, അത് നമ്മൾ കണ്ടു. ഈ പ്രപഞ്ചം തന്നെയാണ് ദേവിയുടെ സ്ഥൂല രൂപം, അത് നമ്മൾ കണ്ടു. അതിന്റെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും അത് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. ഇനി ദേവിക്ക് സൂക്ഷ്മ രൂപമുണ്ട്. ദേവിയുടെ സൂക്ഷ്മ രൂപമാണ് മന്ത്രരൂപം. ഈ മന്ത്രരൂപം ശ്രീവിദ്യാ മന്ത്രമാണ്, അല്ലെങ്കിൽ ശ്രീ ചക്രമാണ്. അതിനെക്കുറിച്ച് ഇനി വരുന്ന നാമങ്ങളെല്ലാം ഈ രൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് ഒരു 2 or 3 നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നാമങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ സശ്രദ്ധം എല്ലാവരും ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്ഥൂല രൂപം, സൂക്ഷ്മ രൂപം ദേവിയുടെ മന്ത്രരൂപമാണ്. അതിനുശേഷം വരുന്നതാണ് സൂക്ഷ്മ തരരൂപം. സൂക്ഷ്മ തരരൂപം എന്ന് പറഞ്ഞാൽ ഇത് കാമകലാരൂപമാണ് ദേവിയുടെ. അപ്പൊ കാമകലാരൂപം അത് ഓരോ സമ്പ്രദായ പ്രകാരമുള്ള ആചാരങ്ങളാണ്. അതിനുശേഷം സൂക്ഷ്മ തമരൂപമാണ് ദേവിയുടെ. അപ്പൊ സ്ഥൂലരൂപം, സൂക്ഷ്മരൂപം, സൂക്ഷ്മ തലരൂപം, സൂക്ഷ്മ തമരൂപമാണ് കുണ്ടലിനി രൂപം. അത് നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നുണ്ട്. കുണ്ടലിനി രൂപം ധാരാളം തവണ ഇനി വരുന്ന നാമങ്ങളില് ആവർത്തിച്ച് ഈ കുണ്ടലിനി രൂപം വരും. അപ്പോൾ നമുക്ക് അതിനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ സൂക്ഷ്മതര രൂപമാണ് ദേവിയുടെ കുണ്ടലിനി രൂപം. അത് കഴിഞ്ഞാൽ ശുദ്ധ ബ്രഹ്മരൂപമാണ് ദേവിയുടെ. ശുദ്ധ ബ്രഹ്മരൂപം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ബ്രഹ്മാണ്ടം തന്നെയാണ് ദേവി. നാമം ദേവിയും തമ്മിൽ അന്തരമില്ല എന്നുള്ള ആ ആത്മതത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ദേവിയുടെ ശുദ്ധ ബ്രഹ്മ രൂപത്തിന്റെ ദർശനം. അപ്പോ സ്ഥൂല രൂപം, സൂക്ഷ്മരൂപം, സൂക്ഷ്മതര രൂപം, സൂക്ഷ്മതമരൂപം, ശുദ്ധ ബ്രഹ്മരൂപം. അപ്പോ ഇങ്ങനെ ഈ രൂപങ്ങളിൽ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ മന്ത്രതരമായ രൂപമാണ് ഇവിടെ. ഏതാണ്? ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ഈ 34-ാമത്തെ ശ്ലോകത്തിലെ 85-ാമത്തെ നാമമാണ് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. അപ്പോ ദേവിയുടെ സ്വരൂപം, ആ മുഖപങ്കജം, ദേവിയുടെ ആ മുഖ താമര പോലെയുള്ള മുഖം എന്താണ്? ശ്രീമദ് വാഗ്ഭവകൂടമാണ്. ഇവിടെ വാഗ്ഭവകൂടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മധ്യകൂടത്തിനെ നമ്മൾ കാമകലാരൂപം അല്ലെങ്കിൽ കാമരാജകൂടം എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ശക്തികൂടം. ഇത് അടുത്ത നാമങ്ങളിലെല്ലാം ഇത് വരുന്നുണ്ട്. അപ്പൊ ഈ നാമങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരു പ്രാവശ്യം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ നാമങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോ 34-ാമത്തെ ശ്ലോകം അല്ലെ. ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവനൌഷധി ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ഓരോ നാമങ്ങളാണ് രണ്ടും. കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി
ശക്തി കൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേപര കുളാമൃതൈകരസിക കുലസങ്കേത പാലിനി. നമ്മൾ 34, 35, 36 ഈ ശ്ലോകങ്ങളാണ് വായിച്ചത്. അപ്പൊ ഇവിടെ ഈ വാഗ്ഭവകൂടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവിയുടെ ശരീരത്തെ ശ്രീവിദ്യാ മന്ത്രമായിട്ട്, പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാ മന്ത്രമായിട്ടാണ് ഇവിടെ. ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ് ദേവിയുടെ ശരീരം. ആ ശ്രീവിദ്യാ മന്ത്രത്തെ 3 ഖണ്ഡങ്ങളായി നമ്മൾ വിഭജിക്കുമ്പോൾ അതിനകത്തെ ആദ്യത്തെ ഖണ്ഡമാണ് വാഗ്ഭവകൂടം. അതിനുശേഷം വരുന്ന ഖണ്ഡമാണ് ഈ കാമരാജകൂടം അല്ലെങ്കിൽ മധ്യകൂടം. അതിനുശേഷം താഴെയുള്ള ഖണ്ഡമാണ് ഈ ശക്തികൂടം. അപ്പോ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അടുത്ത ശ്ലോകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അപ്പോ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗുരുമുഖത്തുനിന്ന് ദേവിയുടെ മന്ത്രരൂപത്തെ പറ്റി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഗുരുമുഖത്തുനിന്ന് അഭ്യസിക്കേണ്ടതാണ്. ആ മന്ത്രത്തെ പറ്റിയിട്ട് നമ്മൾ സൂചിപ്പിക്കും. അപ്പൊ അത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ശ്ലോകം നമ്മൾ അവിടെ സൗന്ദര്യ ലഹരിയിൽ നിന്ന് വായിക്കാൻ പോവുകയാണ്. ആ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് അതിന്റെ അർത്ഥം പറയുന്നതോടുകൂടി ഈ രൂപങ്ങളുടെ ആ യഥാർത്ഥ ഈ വാഗ്ഭവകൂടം എന്താണെന്നും അല്ലെങ്കിൽ മധ്യകൂടം എന്താണെന്നും ശക്തികൂടം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 32ാമത്തെ ശ്ലോകമാണ് സൗന്ദര്യ ലഹരിയിലെ. ശിവശക്തി കാമാക്ഷിതിരതര വിശീതികിരണ സ്മരോഹംസ ശക്രസ്തനുജ പരാമാരാഹരയ അമീഹൃല്ലേഖാഭി സ്ഥിതിർവിരസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമ അവയവതാം. ഇവിടെ പറയുന്നത് എന്താണ്? തവ ജനനി, അമ്മേ, ഈ നാമങ്ങള് അമ്മയുടെ അവയവങ്ങളാണ് എന്നാ പറയുന്നത്. ഈ പറയുന്ന എല്ലാ ശ്ലോകങ്ങളെയും ഒരു ശ്ലോകത്തില് ശങ്കരാചാര്യര് സമന്വയിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ പറയണേ? ശിവൻ, ശക്തി, കാമൻ, അത് കഴിഞ്ഞാൽ ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി, അത് കഴിഞ്ഞാൽ രവി എന്ന് കഴിഞ്ഞാൽ സൂര്യൻ, അത് കഴിഞ്ഞാൽ ശീതകിരണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ, അത് കഴിഞ്ഞാൽ സ്മരൻ വീണ്ടും കാമദേവൻ, പിന്നെ ഹംസം, അത് കഴിഞ്ഞാൽ ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, അത് കഴിഞ്ഞാൽ പരാ എന്ന് പറഞ്ഞാൽ ആ പരാശക്തി തന്നെ, അത് കഴിഞ്ഞാൽ മാരൻ വീണ്ടും കാമദേവൻ, അത് കഴിഞ്ഞാൽ ഹരയ എന്ന് വെച്ചാൽ ഹരി. ഇത്രയും ദേവതാ ഗണങ്ങളാണ് ഈ വാഗ്ഭവകൂടത്തിലും അതുപോലെ തന്നെ ഈ ശക്തികൂടത്തിലും അതുപോലെ മൂന്നാമതായിട്ടുള്ള മധ്യകൂടത്തിലും ശക്തികൂടത്തിലുമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഇതിനെ പ്രത്യക്ഷമായിട്ടാണ് ശങ്കരാചാര്യര് ഒരു കോഡ് ഭാഷ എന്ന് പറയാൻ നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഈ നാമങ്ങളുടെയൊക്കെ ശ്രീവിദ്യാ മന്ത്രം നമ്മൾ എടുക്കുമ്പോൾ ഈ നാമങ്ങൾക്കൊക്കെ ഓരോ ബീജാക്ഷരങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബീജാക്ഷരങ്ങൾ എന്താണെന്ന് അറിയണം. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിത്ത് മതി ഒരു വലിയ വടവൃക്ഷമായി വളരാൻ. അപ്പോ ആ വിത്ത്, അതുകൊണ്ടാണ് ഇതെല്ലാം ഗോപ്യമായ മന്ത്രമാണെന്ന് പറയുന്നത്. ആ വിത്ത് സൂക്ഷിക്കുന്ന രീതിയിൽ സൂക്ഷിക്കണം, അതിനെ കൃത്യമായി വളർത്തേണ്ടിടത്ത് വളർത്തണം, വളർത്തുന്ന പോലെ വളർത്തണം. അല്ലെങ്കിൽ അത് നമ്മൾ പറയില്ലേ കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്ന് പറയും. അത് നമ്മൾക്ക് കിട്ടുന്നതിന് പകരം അത് പരോക്ഷമായിട്ട് തന്നെ ആ ശക്തി നമ്മളെ ടോട്ടലി നമ്മളെ അപ്സെറ്റ് ആക്കി കളയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ ബീജമന്ത്രങ്ങൾ, ഇപ്പോ നമ്മൾ ഓം എന്നുള്ളത് ബീജമന്ത്രമായിട്ടാണ് നമ്മൾ ഓമിനെ എടുക്കുന്നത്. ഇതേപോലെ ഇപ്പൊ ഓം എന്നുള്ള ബീജമന്ത്രം പോലെ തന്നെയാണ് ഹ്രീം എന്നുള്ള ബീജമന്ത്രവും. അപ്പോ ബീജമന്ത്രങ്ങള് പലതരത്തിലുണ്ട്. ഇപ്പൊ സ്വരാക്ഷരങ്ങളായിട്ടുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന ബീജമന്ത്രങ്ങളുണ്ട്. ആ ബീജമന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റെ ദേവതകളും ഉപദേവതകളും ഉണ്ട്. അപ്പോൾ അതിനെ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേയാണ് ആ നാമങ്ങളെല്ലാം നമ്മൾ അങ്ങനെ മന്ത്രരൂപത്തിൽ ജപിക്കാൻ പാടുള്ളൂ. അപ്പോ നമ്മൾ ഇവിടെ ഓരോ ബീജമന്ത്രങ്ങളും എടുക്കുമ്പോൾ, ഇപ്പോ ഓം എന്നെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആ സ്വരൂപമായിട്ട് ആ ശക്തി, ഈ പ്രപഞ്ച സ്വരൂപമായിട്ടുള്ള ശക്തി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രത്യേക തരത്തിലുള്ള അനുഭവമായിട്ടാണ് നമുക്ക് ഓം തരുന്നത്. അതേസമയത്ത് ഹ്രീം എന്നുള്ള ശബ്ദം നമ്മൾക്ക് തരുന്നത് അതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഹ എന്നുള്ള ഒരു ബീജമന്ത്രവും അതുപോലെ തന്നെ രേഭം ര എന്നുള്ള ഒരു ബീജമന്ത്രവും അത് കഴിഞ്ഞ് ഈ എന്നുള്ള ഒരു ബീജമന്ത്രവും പിന്നെ അതിന്റെ അനുസ്വാരം എന്നുള്ളതും.
ഇങ്ങനെ 4 ബീജമന്ത്രങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഹ്രീം എന്നുള്ളത്. അതുപോലെ ഹ്രീം എന്നുണ്ട്, ക്ലീം എന്നുണ്ട്, ഐം എന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോ ശക്തിയുള്ള ബീജമന്ത്രങ്ങളാണ്. ഈ ബീജമന്ത്രങ്ങള് ഈ ശങ്കരാചാര്യ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ ഈ ദേവതകളെ പ്രതിനിധാനം ചെയ്യുകയാണ്. അതുതന്നെ ദേവിയുടെ അവയവമായി സങ്കല്പിച്ചിട്ടുള്ള ആരാധനയാണ് മന്ത്ര ആരാധന. അപ്പോ ശ്രീവിദ്യാമന്ത്രം എങ്ങനെയാണ് വരുന്ന വാഗ്ഭവകൂടം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശിരസ് മുതൽ ഈ കണ്ഠം വരെയുള്ള ആ ഭാഗത്തിനെയാണ് വാഗ്ഭവകൂടം എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രപഞ്ചസ്വരൂപിണിയായിട്ടുള്ള ദേവി ഇങ്ങനെ നമ്മുടെ ശരീരത്തില് നമ്മൾ തന്നെയായി മാറുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ആ ദേവിയുടെ രൂപമായി നമ്മൾ സങ്കല്പിക്കുന്നു എന്ന് കരുതുക. അപ്പോ മുഖമാണ് ദേവിയുടെ വാഗ്ഭവകൂടം. 3 ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നതില് ആ മുഖപങ്കജമാണ് വാഗ്ഭവകൂടം. അപ്പോ ഈ വാഗ്ഭവകൂടം തന്നെ എന്താണ്? ദേവിയുടെ ജ്ഞാനസ്വരൂപമാണ്. കാരണം അവിടെയാണ് നമ്മുടെ ന്യൂറോൺസ്, എല്ലാ നമ്മളുടെ ബുദ്ധി, ഈ ചിന്തിക്കാനുള്ള എല്ലാ ബുദ്ധിയും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലെ 4 ഇന്ദ്രിയങ്ങളും തന്നിരിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോ പ്രധാനമായിട്ടുള്ള 3 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, നാക്ക്, അതുപോലെ നമ്മുടെ ചെവി, ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങളൊക്കെ തന്നിരിക്കുന്നത് നമുക്ക് ഈ ശിരസിലാണ്. അപ്പോ വാഗ്ഭവകൂടം എന്ന് പറഞ്ഞാൽ ദേവിയുടെ തന്നെ ആ മുഖപങ്കജമാണ്. അതിനുശേഷം എന്താണ് പറഞ്ഞത്? ശ്രീമദ് വാഗ്ഭവകൂടേക സ്വരൂപ മുഖപങ്കജ. ദേവിയുടെ മുഖം തന്നെയാണ് ഈ വാഗ്ഭവകൂടം. ഇനിയോ അതിന് താഴത്തേക്ക് വരുമ്പോ അടുത്ത നാമത്തിൽ പറയുന്നുണ്ട് കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി എന്നാണ് അടുത്ത നാമത്തിൽ പറയുന്നത്. അപ്പോ മധ്യകൂടം എന്ന് പറയുന്നത് ദേവിയുടെ കണ്ഠത്തിന് താഴെ കടിസ്ഥലം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഭിയുടെ ആ അറ്റം വരെയുള്ള സ്ഥലമാണ്. ദേവിയുടെ ശരീരമാണ് കാമകലാകൂടം അല്ലെങ്കിൽ കാമരാജ്യകൂടം അല്ലെങ്കിൽ മധ്യകൂടം എന്ന് പറയുന്ന ആ സ്ഥലം. അപ്പോ ഇവിടെ ഈ സ്ഥലമാണ് ദേവിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും ദേവി വെച്ചാൽ മനുഷ്യ രൂപത്തിലാണ് നമ്മൾ ഇതിനെ സങ്കല്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജ്ഞാനശക്തിയായിട്ട് ദേവി ഇരിക്കുന്നത് നമ്മളുടെ വാഗ്ഭവകൂടത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിരസിലാണ്, അല്ലെങ്കിൽ മുഖത്തിലാണ്. അത് കഴിഞ്ഞ് താഴേക്ക് പോരുമ്പോഴാണ് നമ്മൾക്ക് ദേവിയുടെ നമ്മുടെ ആ കർമ്മമായിട്ടിരിക്കുന്നത്, ആ ശക്തിയായിട്ട് ദേവി ഇരിക്കുന്നത് രണ്ടാമത്തെ മധ്യകൂടത്തിലാണ്. അതിനുശേഷം അവിടെയാണ് ഇച്ഛാശക്തി ഉള്ളത്. അപ്പോ ജ്ഞാനശക്തി മുഖത്തിലും ഇച്ഛാശക്തി ഈ രണ്ടാമത്തെ കൂടത്തിലും, അതിന് ശക്തി കൂടത്തിലേക്ക് വരുമ്പോൾ ശക്തി കൂടം എവിടെയാണ്? അതിനുശേഷമുള്ള ഭാഗം, ഈ കടിസ്ഥലം മുതൽ താഴോട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ശക്തികൂടം എന്ന് പറയുന്നത്. അതാണ് ക്രിയകൾക്കെല്ലാം ഉള്ളത്. നമ്മുടെ കാലുകളെല്ലാം അവിടെയാണ്. അപ്പോൾ ക്രിയാശക്തിയായിട്ട്, അപ്പോ ഇച്ഛാശക്തി അതുപോലെ തന്നെ ഈ ആജ്ഞ ആയിട്ടുള്ള നമ്മളുടെ 3 ശക്തികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മധ്യകൂടത്തിലും ശക്തികൂടത്തിലും വാഗ്ഭവകൂടത്തിലുമായിട്ട് നമ്മുടെ എല്ലാവിധ ശക്തികളും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ഇത് പഠിക്കുമ്പോഴുള്ള ആ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മന്ത്രരൂപത്തില് ഈ ശങ്കരാചാര്യർ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ഇപ്പോ സ്മരോ ശിവശക്തി കാമ എന്നാണ് പറയുന്നത്. ശിവ എന്ന് പറയുന്നത് അവിടെ ക എന്നുള്ള അക്ഷരമായിട്ടാണ്, ബീജാക്ഷരമായിട്ടാണ് ശിവശക്തി കാമ. ശക്തി എ ആണ്. അപ്പോ ആദ്യത്തെ അക്ഷരം ഇവിടെ വാഗ്ഭവകൂടത്തില് ക എന്നുള്ളതാണ്. ക എന്നുള്ളത് സാക്ഷാൽ പരമശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതിനുശേഷമുള്ളതാണ് ശക്തി. അപ്പോൾ ശിവനും ശക്തിയുമുള്ള ഐക്യമാണ്. അപ്പോൾ ഹ്രീം എന്നുള്ള ആ നാമത്തെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നത് ആ ശിവനും ശക്തിയും തമ്മിലുള്ള ഐക്യത്തോടു കൂടിയുള്ള ആ സൃഷ്ടിയുടെ ആ തയ്യാറെടുപ്പാണ് ഇവിടെ ഹ്രീം എന്നുള്ള മന്ത്രത്തിന്റെ ശക്തി തന്നെ. അപ്പോൾ ശിവൻ ക എന്നുള്ള മന്ത്രം ബീജാക്ഷരവും ശക്തി എ എന്നുള്ള അക്ഷരവും അത് കഴിഞ്ഞാൽ കാമൻ എന്നുള്ള ഇ എന്നുള്ള അക്ഷരവുമാണ്. അതിനുശേഷം ക്ഷിതി ഭൂമി, പഞ്ചഭൂതങ്ങളില് ഖരാവസ്ഥയിലിരിക്കുന്നതാണ് ഭൂമി, അതാണ് ക്ഷിതി, അത് ല എന്നുള്ള അക്ഷരമാണ്. അപ്പോ ഈ എല്ലാ അക്ഷരങ്ങളുടെയും കൂടെ ഹ്രീം എന്ന അവസാനം ചേർക്കണം. അതാണ് അമീഹൃലേഖാഭി അവസാനേഷു ഘടിത, അവസാനം ഹ്രീം എന്ന് ഘടിപ്പിക്കാനാണ് പറയുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്തതിന് ശേഷം അപ്പോ ആദ്യത്തെ വാഗ്ഭവകൂടത്തിന് 5 അക്ഷരങ്ങളാണുള്ളത്. ആ മന്ത്രത്തിന്, ശ്രീവിദ്യാ മന്ത്രത്തിലെ വാഗ്ഭവകൂടം എന്ന് പറയുന്ന മുഖമായിട്ട് ദേവിയെ സങ്കല്പിക്കുന്ന ആ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആദ്യ കൂടത്തിന് അല്ലെങ്കിൽ ആദ്യ ഖണ്ഡത്തിന് 5 അക്ഷരങ്ങളാണുള്ളത്. ക എ
ഈ ല ഹ്രീം എന്നുള്ളതാണ്. ഈ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളതാണ്. ഇതിന് അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതാണ് ആദ്യത്തെ വാഗ്ഭവകൂടം എന്നുള്ള അക്ഷരം. അതിനുശേഷം രവി ശീതികിരണ സ്മരോ ഹംസ ശക്രൻ. അപ്പോ നെക്സ്റ്റ് അടുത്ത ദേവിയുടെ ആ മധ്യകൂടം അല്ലെങ്കിൽ കാമരാജകൂടം എന്ന് പറയുന്നത് മുഴുവൻ ശരീരമാണത്. ആ കാമരാജകൂടം എന്ന് പറയുന്ന ആ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നത് 6 അക്ഷരങ്ങളാണ്, അല്ലെങ്കിൽ 6 ബീജാക്ഷരങ്ങളാണ്. അതിശക്തിയുള്ള 6 ബീജാക്ഷരങ്ങളാണ്. 6 ദേവതകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതിനകത്ത് വരുന്നതാണ് ഹ സ ക ഹ ല. ഹസ കഹല ഹ്രീം. അവിടെയും ഹ്രീം എന്ന് വേണം. അപ്പോ അവിടെ സൂര്യനും ചന്ദ്രനും കാമദേവനും ഹംസവും ഇന്ദ്രനും എല്ലാം കൂടി വരുന്ന ഒരു ആ ശക്തിയാണ് അവിടെ വരുന്നത്, ഈ ശരീരത്തിൽ വരുന്നത്. അപ്പൊ ശ്രീവിദ്യാമന്ത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഹ സ കല ഹ്രീം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ രൂപമാണ് ശക്തികൂടം. അപ്പൊ ശക്തികൂടത്തിൽ വരുന്നത് എന്താണ്? ഇവിടെ പറയുന്നതാണ് പരാ. പരാ എന്ന് പറഞ്ഞാൽ പരാശക്തി. മാര എന്ന് പറഞ്ഞാൽ കാമദേവൻ തന്നെ. ഹരയ എന്ന് വെച്ചാൽ ഹരി എന്നിവിടെ പറയാം. അപ്പൊ 3 1 4 അക്ഷരമാണ്. അപ്പൊ 15 അക്ഷരത്തില് ആദ്യം വാഗ്ഭവകൂടത്തില് 5 അക്ഷരങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് മധ്യകൂടത്തിൽ 6 അക്ഷരങ്ങൾ വരുന്നു. അത് 5 6 അങ്ങനെ 11 അക്ഷരമായി. അത് കഴിഞ്ഞ് 4 അക്ഷരങ്ങൾ വരുന്ന മൂന്നാമത്തെ കൂടമാണ് ശക്തികൂടം എന്ന് പറയുന്നത്. ആ ശക്തികൂടത്തിന്റെ മന്ത്രാക്ഷരങ്ങളാണ് സ ക ല ഹ്രീ. അപ്പോ അതൊരു റിപ്പീറ്റേഷൻ തന്നെയാണ്. ഹസ കല ഹ്രീം എന്നുള്ള മധ്യകൂടത്തിൽ തന്നെ സ കല ഹ്രീം. പക്ഷേ ദേവതകള് ഇവിടെ ശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്നത് വേറെ ദേവതകളായിട്ടാണ്. പര, മാര, ഹരി. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ വളരെ അഭിപ്രായങ്ങള്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാര്യന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് അതിൻ്റെ ഒന്നും അത്രയൊന്നും കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ എന്ന് പറയുമ്പോൾ ദേവിയുടെ തന്നെ മുഖകമലമാകുന്ന ആ ശ്രീവിദ്യാമന്ത്രത്തിന്റെ വാഗ്ഭവകൂടമാണ്, ആദ്യത്തെ കൂടമാണ് ഇവിടെ. അവിടെ ജ്ഞാനശക്തിയായി ദേവി കുടികൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ മനസ്സിലാക്കലോട് കൂടി നമ്മൾ ഈ നാമം വായിക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ നാമം നമ്മൾ വായിക്കുമ്പോൾ കണ്ഠാത കടിപര്യന്തം മധ്യകൂട സ്വരൂപിണി എന്ന് വായിക്കുമ്പോൾ കണ്ഠത്തിൽ നിന്നും കടിപര്യന്തം വരെയുള്ള, കടി വരെയുള്ള ആ ശരീരഭാഗത്തുള്ള ദേവതകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശ്രീവിദ്യാമന്ത്രത്തിന്റെ രണ്ടാമത്തെ കൂടമായിട്ടുള്ള എത്ര അക്ഷരങ്ങളാണ്? 6 ബീജാക്ഷരങ്ങളുള്ള ആ മന്ത്രരൂപമാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഇതിനെ ശ്രീചക്രത്തിലേക്ക് സ്വരൂപിക്കുമ്പോൾ അത് ശ്രീചക്രമായി മാറും. അപ്പോ എങ്ങനെ ആരാധിച്ചാലും ഇതെല്ലാം ഈ ബ്രഹ്മാണ്ടവും ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ ദേവിയുടെ സ്വരൂപവും ശ്രീവിദ്യാ മന്ത്രവും ശ്രീചക്രവും ഇതെല്ലാം അഭേദ്യമാണ്, അഭിന്നമാണ്. ഇതെല്ലാം ഒന്നായിരിക്കുകയാണ്. ഇതിനെ വേർപെടുത്തി നോക്കേണ്ട ആവശ്യമില്ല. ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ. ഓരോ ആചാരങ്ങളും പലതരത്തിലുള്ള രീതിയിൽ ഈ ദേവിയെ ആരാധിച്ച് ഈ കുണ്ടലിനിയ ശക്തിയെ ഉയർത്താനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ. അപ്പോ അങ്ങനെ കണ്ഠാതക്കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി. അപ്പോ ഇവിടെ കണ്ഠാതം എന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെ എന്ന് പറഞ്ഞു. കടിപര്യന്തം എന്ന് പറഞ്ഞാൽ അരക്കെട്ട് വരെ, പര്യന്തം അരക്കെട്ട് വരെ. അങ്ങനെ മധ്യകൂട സ്വരൂപിണിയായിട്ട് ശ്രീവിദ്യാമന്ത്രം ഇരിക്കുന്നു. ഇനിയോ ശക്തികൂടം എങ്ങനെയാണ്? ഇത് ശക്തികൂടമായിട്ടിരിക്കുന്നത് എവിടെയാണ്? ശക്തികൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി. കടിപ്രദേശത്തിന് താഴെയുള്ള ആ ഭാഗമാണ് ശക്തികൂടമായിരിക്കുന്നത്. അവിടുത്തെ ബീജാക്ഷരങ്ങളും നമ്മൾ കണ്ടു. അപ്പോ ഈ ബീജാക്ഷരങ്ങളുടെ കൂടെ ഹ്രീം എന്നുള്ള ആ അവസാന മന്ത്രം കൂടി കൂട്ടുമ്പോഴാണ് ഓരോ ഈ 3 വാഗ്ഭവകൂടവും മധ്യകൂടവും ശക്തികൂടവും ശ്രീവിദ്യാമന്ത്രമായി തീരുന്നത്. അങ്ങനെ 15 അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മന്ത്രം ഏറ്റവും ഇന്ന് മന്ത്രവിദ്യയില്, മന്ത്രശാസ്ത്രത്തില് ദേവിയെ പ്രാപിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉപാധിയാണത്. അത് ഗുരുമുഖത്ത് നിന്ന് വേണം ഈ മന്ത്രജ്ഞാനങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ബാലാമന്ത്രത്തെ കുറിച്ച് കണ്ടു. ബാലാപരമേശ്വരിയുടെ 3 അക്ഷരമുള്ള മന്ത്രം, അത് കഴിഞ്ഞ് നവാക്ഷരി മന്ത്രമുണ്ട്. ഇതെല്ലാം തയ്യാറായതിനു ശേഷം അവസാനത്തെ നിലയിലാണ് ഈ
പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ശ്രീവിദ്യാ മന്ത്രം ഉപാസകന് കിട്ടുന്നത്. അപ്പോ ഇതെല്ലാം ഈ നമ്മുടെ ലളിതാ സഹസ്രനാമത്തില് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സൗന്ദര്യ ലഹരിയിൽ ഇപ്പൊ ഈ 32ാമത്തെ ശ്ലോകം നമ്മൾ ഒരു 51 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഇത് ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ് അതിനകത്ത്. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ലളിതാ സഹസ്രനാമം വായിക്കുന്നുവോ, അപ്പോ അഗ്നിക്ക് ഇപ്പൊ നമുക്ക് അഗ്നിയാണെന്ന് അറിയാതെ നമ്മൾ പെട്ടെന്ന് തൊട്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അറിയാതെ കൊണ്ട് കയ്യെ കൊള്ളും. അതേപോലെ അറിയാതെ ജപിച്ചാലും നമുക്കതിന്റെ ഫലം കിട്ടും. കുളിക്കാതെ നടന്ന ഒരാള് വെള്ളത്തിൽ വീണു പെട്ടെന്ന് കുളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അങ്ങനെ അയാളുടെ മുങ്ങിക്കുളി സാധ്യമായി എന്നതുപോലെയാണ് ഈ മന്ത്രം. നമ്മൾ ഈ ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ ഇതുപോലെ സൗന്ദര്യലഹരി പോലെയുള്ള സ്തോത്രങ്ങളോ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ആ മന്ത്രം നമ്മൾക്ക് അതിൻ്റെ ആ ഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രം ജപിക്കാതെ തന്നെ ആ മന്ത്രത്തിന്റെ ഗുണം നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വായിക്കേണ്ടത്. അപ്പോ മൂലമന്ത്ര, ഇനി അടുത്ത നാമത്തിലേക്ക് പോവാം. 36ാമത്തെ മൂലമന്ത്രാത്മിക മൂല കൂടത്രയ കളേബര കുളാമൃതൈകരസിക കുളസങ്കേത പാലിനി. ഇപ്പോ വീണ്ടും ഇവിടെ മൂലമന്ത്രാത്മിക, അപ്പൊ ദേവിയുടെ മൂലമന്ത്രം എന്താണ്? ആ ശ്രീവിദ്യാ മന്ത്രം തന്നെ. ആ ശ്രീവിദ്യാ മന്ത്രത്തിന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആ അക്ഷരം, ആ ബീജാക്ഷരങ്ങളുണ്ട്. ആ ബീജാക്ഷരങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അഭൗമമാണ്. അതിൻ്റെ അങ്ങനെ ആ മൂലമന്ത്രം തന്നെ ആയിരിക്കുന്ന ആ ദേവി സ്വരൂപം, അങ്ങനെ മൂലമന്ത്രാത്മിക. 89ാമത്തെ നാമം മൂലകൂടത്രയ കളേബര. അപ്പോ ഈ ദേവിയുടെ കളേബരം നമ്മൾ കണ്ടു. ദേവിയുടെ ശരീരം തന്നെ കൂടത്രയങ്ങളാണ്. ഏതൊക്കെ കൂടങ്ങളാണ്? വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. ഈ 3 കൂടങ്ങളും ദേവിയുടെ ഈ ശരീരം കളേബരമായിരിക്കുകയാണ്. ആ കളേബരമായി തന്നെ ശ്രീവിദ്യാമന്ത്രമായിരിക്കുന്ന ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ മൂലമന്ത്രാത്മികയും അതുപോലെ തന്നെ 3 ശ്രീവിദ്യാമന്ത്രത്തിന്റെ 3 കൂടങ്ങളും കളേബരമായിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം എന്നാണ് ഈ 88ാമത്തെയും 89ാമത്തെയും നാമത്തിൽ പറയുന്നത്. അതിനുശേഷം 90ാമത്തെ നാമം. അപ്പോ ഇവിടെ 4 നാമങ്ങളാണ് ഈ ശ്ലോകത്തില്. 2 നാമം കഴിഞ്ഞ് 90ാമത്തെ നാമത്തില് കുളാമൃതൈകരസിക കുളസങ്കേത പാലിനി. അപ്പോ ഇവിടുന്ന് പതുക്കെ ഇപ്പൊ നമ്മള് മന്ത്രരൂപത്തിലാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് കണ്ടു. അപ്പോ സൂക്ഷ്മരൂപം ആ മന്ത്രരൂപമാണ്. അത് കഴിഞ്ഞ് സൂക്ഷ്മതമ രൂപമാണ് എന്ത്? ഈ ദേവിയുടെ കൗളമാർഗത്തിലുള്ള ആരാധന. അതിന് പറയുന്നത് എന്താണ്? സൂക്ഷ്മതമ രൂപമാണത്. അപ്പോ ഇവിടെ കൗളമാർഗത്തിൽ ദേവിയെ ആരാധിക്കുന്നതാണ് സൂക്ഷ്മതമ രൂപമായിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ കുളാമൃതം എന്ന് സൂചിപ്പിക്കുന്നത് തന്നെ ഇവിടെ കുലാമൃതം എന്നും പറയാം, കുളാമൃതം എന്നും പറയാം. സംസ്കൃതത്തില് ള എന്നുള്ള അക്ഷരമില്ല, ല എന്നുള്ള അക്ഷരമേ ഉള്ളൂ. മലയാളത്തിൽ നമ്മൾ സൗകര്യം അനുസരിച്ച് ല എന്നും ള എന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അപ്പോ ഇവിടെ കുലാമൃതം എന്ന് വായിച്ചാലും കുളാമൃതം എന്ന് വായിച്ചാലും തെറ്റില്ല. പക്ഷെ സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ കുലാമൃതമായിരിക്കും. കുളാമൃതൈകരസിക. അപ്പൊ നമ്മൾക്കറിയാം ഈ ഷഡാചാര ചക്രങ്ങള്, ഇനി അത് വീണ്ടും വീണ്ടും വരും, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഷഡാചാര ചക്രങ്ങളെല്ലാം ഓരോ ഗ്രന്ഥിയും വേദിച്ചിട്ട് ഈ പ്രാണൻ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി നമ്മുടെ സഹസ്രാരത്തിൽ എത്തുമ്പോൾ ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും സുധ എന്ന് പറഞ്ഞാൽ അമൃതധാരയുടെ വർഷം ഉണ്ടാവും. ദേവി പരമേശ്വരനുമായിട്ട് സംയോജിക്കുമ്പോൾ വരുന്ന ആ ഔന്നത്യം, ആ അനുഭൂതിയിൽ നിന്നും വരുന്ന സുധ, ആ സുധ നമ്മളുടെ ഈ 6 പടികളും കടന്നു പോയിട്ട് അവിടെ എത്തുമ്പോൾ ആ അമൃതത്തിനെയാണ് കുളാമൃതം എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ തന്നെയാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 6 പടികൾ കടന്ന ഈ 6 ഷഡ്ചക്രങ്ങൾ, മൂലാധാരത്തിലിരിക്കുന്ന പ്രാണൻ, ഓരോരോ ചക്രങ്ങളും മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിലേക്ക് പോവും, സ്വാധിഷ്ഠാനത്തിൽ നിന്നും മണിപ്പൂരത്തിലേക്ക് പോവും, മണിപ്പൂരത്തിൽ നിന്ന് അനാഹതത്തിലേക്ക് പോവും, അനാഹതത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് പോവും, വിശുദ്ധിയിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് പോവും, ആജ്ഞാചക്രത്തിൽ നിന്നും അങ്ങനെ രുദ്രഗ്രന്ഥി ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ സഹസ്രാര ചക്രത്തില് ആ 1000 പത്മത്തിലിരിക്കുന്ന ആ ചന്ദ്രമണ്ഡലത്തിലെ ആ അമൃതധാരയില് അങ്ങനെ ആറാടാൻ പറ്റും. അതാണ് ആ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ കുണ്ടലിനിയെയും കുലം അല്ലെങ്കിൽ കുളം എന്ന് പറയും. അപ്പൊ കുളാമൃതൈകരസിക എന്ന് ആദ്യമായി ഇവിടെ പറയുമ്പോൾ ആ കുളാമൃതത്തെ തന്നെ അങ്ങനെ ആ കുണ്ടലിനി ഇങ്ങനെ
മേൽപോട്ട് ഉയർന്ന് ആ ശീൽക്കാര ശബ്ദത്തോടു കൂടി സഹസ്രാരത്തിലെത്തിയിട്ടുള്ള ആ നിർവൃതിദായകമായിട്ടുള്ള ആ അവസ്ഥയാണ്, ആ അവസ്ഥയ്ക്കാണ് ഇവിടെ ആ അവസ്ഥ അല്ലെങ്കിൽ ആ കുളാമൃതത്തെ രസിക്കുന്ന ദേവിയാണ് ഇവിടെ കുളാമൃതൈക രസിക എന്ന് പറയുന്നത്. അപ്പോ കുളാമൃതത്തിൽ എത്താൻ ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും ഭേദിക്കണം. അത് ദേവിയുടെ നാമങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി ഒരു താമര നൂൽ പോലെ ഇങ്ങനെ നേർത്ത ഒരു മിന്നൽ കൊടി പോലെ 3.5 ചുറ്റായിട്ടാണ് ഇങ്ങനെ മൂലാധാരത്തിൽ അധോമുഖമായിട്ടാണ് ഒരു ഉറങ്ങുന്ന അവസ്ഥയിലാണ് ആ നമ്മുടെ ആ പ്രാണശക്തി അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയായ ദേവി എല്ലാവരുടെയും ആ പ്രാണൻ ശക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൂലാധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധദ്വാരത്തിന്റെയും ലിംഗത്തിന്റെയും അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും നടുവിലായിട്ടാണ് ഈ മൂലാധാര ചക്രം സുഷുമ്ന നാഡിയുടെ ഏറ്റവും അധോഭാഗത്തായിരിക്കുന്നതാണ്. ആ പേരും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പോ ഇങ്ങനെയുള്ള ഒരു കൗളമാർഗ സമ്പ്രദായത്തിലുള്ള ആരാധനയാണ് ഇവിടെ. അതിനാണ് സൂക്ഷ്മതമ രൂപത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുണ്ടലിനി ആരാധന എന്ന് പറയുന്നത്. അപ്പോ ഇവിടുന്ന് നമ്മളിങ്ങനെ ഓരോ ചക്രത്തിനും, ഇപ്പോൾ മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ പൃഥ്വിയാണ്, കാരണം ഏറ്റവും അടിയിലുള്ള ഭൂമിയാണ് ഭൂമിയാണ് അവിടെ സങ്കല്പിക്കുന്നത്. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭൂമിയായിട്ടുള്ളതല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധ സൃഷ്ടികൾക്കും പാത്രമാവാൻ വേണ്ടി സജ്ജമാക്കപ്പെട്ട ധാതുക്കളോട് കൂടിയിട്ടുള്ള എല്ലാ മിനറൽസ് എന്ന് പറയാം നമുക്ക്, ആ തത്വമാണ് ഇവിടെ, ഭൂമി തത്വമാണ് മൂലാധാരത്തിലുള്ളത്. അതിനുശേഷം സ്വാധിഷ്ഠാനത്തില് ജലതത്വമാണ്. അപ്പോൾ മൂലാധാരം ഏറ്റവും ബേസ് ആണ്. അത് കഴിഞ്ഞാൽ ജലതത്വമാണ്, നമ്മുടെ ബ്ലാഡർ ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ജലതത്വമാണ് അവിടെയുള്ളത്. അവിടെയാണ് സ്വാധിഷ്ഠാന ചക്രം. അത് കഴിഞ്ഞാൽ മണിപ്പൂര ചക്രത്തില് അഗ്നിയാണ്. അവിടെയാണ് നാഭിക്ക് മുകളിലുള്ള നമ്മളുടെ ദഹനരസങ്ങളും ഒക്കെയുള്ള ആ മണിപ്പൂര ചക്രം. അത് കഴിഞ്ഞാൽ അനാഹത ചക്രമാണ്, നമ്മുടെ ഹൃദയഭാഗത്താണ് അനാഹത ചക്രം. അപ്പോ അവിടെ വരുന്നത് വായുവാണ്. അത് കഴിഞ്ഞാൽ വിശുദ്ധി ചക്രമുണ്ട്, അവിടെ ആകാശമാണ്. ഇവിടെ ആകാശം എന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ, പഞ്ചഭൂതങ്ങളിൽ ആകാശം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, ഓ പൃഥ്വി ആവാം, അത് കഴിഞ്ഞാൽ ജലം ആവാം, അതുപോലെ തന്നെ വായു ആവാം, ഇതൊക്കെ ആവശ്യമുണ്ട്, പിന്നെ അഗ്നി ആവാം. പക്ഷെ ആകാശം എന്താണ് പഞ്ചഭൂതങ്ങളില് എന്ന് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവാം. ആകാശം എന്ന് പറഞ്ഞാൽ ആ സ്പേസ് ആണ്, ഈ ബ്രഹ്മാണ്ടത്തിന് സ്ഥിതി ചെയ്യാനുള്ള ആ എൻറ്റയർ സ്പേസിനെയാണ് എന്ത് പറയുന്നത്, ആകാശം എന്ന് പറയുന്നത്. അപ്പോ സ്പേസും ടൈമുമാണ്. ഇത് സർ ഐസക് ന്യൂട്ടന്റെ ഐൻസ്റ്റീൻ്റെ ഒക്കെ തിയറി ഉണ്ട്. എന്താ പറയുക, ടൈം സ്പേസ് കണ്ടിന്യൂം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്പേസ് ടൈം കണ്ടിന്യൂം. അപ്പോ ഇത് എത്രയോ കാലം മുന്നേ നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ചതാണ്. ഈ സ്പേസ് എന്ന് പറയുന്ന ബ്രഹ്മാണ്ടമാണ്. അവിടെ നിന്നാണ് പരശിവനായിട്ട്, അല്ലെങ്കിൽ മഹാദേവൻ പരശിവനായിട്ട് അങ്ങനെ തന്നെ ഒന്നായി നിൽക്കുന്ന മഹാദേവൻ പലതായി മാറാൻ സങ്കല്പിച്ച് ആ ശക്തിയോടുകൂടി ആ ശിവൻ ശക്തിയുമായി ഐക്യരൂപം പ്രാപിച്ച് ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു, അല്ലെങ്കിൽ ആ നാദബ്രഹ്മത്തെ സൃഷ്ടിക്കുന്നു. ഇപ്പൊ നാദം എന്നൊക്കെ പറഞ്ഞാൽ ഈ ബീജശബ്ദങ്ങൾ പറയുമ്പോഴും ഇതെല്ലാം ഓർക്കേണ്ടതാണ്. കാരണം നമ്മളൊരു ഇപ്പോ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ചെയ്യുന്നത്? ശബ്ദ തരംഗങ്ങള് സർജിക്കലി വയറിനകത്തൊന്നും കിടത്താതെ ശബ്ദ തരംഗങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ വയറ്റിലെ കിഡ്നിയിലുള്ള ആ കല്ലുകളെ പൊടിച്ചു കളയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പാറ പൊട്ടുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവും. അപ്പോ ആ ശബ്ദത്തെ നമ്മളെ തിരിച്ച് അതേ ഫ്രീക്വൻസിയില് ആ പാറയില് നമ്മൾ തിരിച്ചടിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആ പാറ ആ ശബ്ദം കൊണ്ട് തന്നെ പൊട്ടും. അപ്പോൾ ഇത് തന്നെയാണ് ലിത്തോട്രിപ്സിയിലുള്ള പ്രിൻസിപ്പിളും. അപ്പോൾ ഈ ശബ്ദത്തിൽ നിന്നാണ്, നാദബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഇപ്പൊ ഈ കാണുന്ന ഗോളങ്ങളെല്ലാം. അപ്പോ ഇവിടെ ഈ ശിവൻ ശക്തിയുമായിട്ട് ഐക്യരൂപത്തിൽ പ്രാപിക്കാനിരിക്കുന്ന ആ ഒരു എന്താ നമ്മൾ പറയാ, ആ സംയോജനം ഇപ്പൊ സഹസ്രാരത്തിൽ എത്തുമ്പോഴും അതാണ് ഭക്തൻ അനുഭവിക്കാൻ പറ്റുന്നത്. ഇവിടെ ബീജാക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പൊ ഈ മന്ത്രം എപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ ഓർത്ത കുണ്ടലിനിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ മന്ത്രങ്ങളും നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാൻ പറ്റണം ഇതെല്ലാം വളരെ അതീവ ശക്തിയുള്ളതാണ്. ആകാശം എന്നുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രൂപത്തിലുള്ളതാണ്.
അതിനകത്താണ് ഈ ബ്രഹ്മാണ്ടം തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അതിനകത്ത് ഒരു അണുവായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ കാണപ്പെടുന്നത്. അങ്ങനെ ആ ആജ്ഞാചക്രം, വിശുദ്ധി ആകാശം ആണ്, ആകാശത്തിന്റെ സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഭ്രൂമധ്യമാണ്. അപ്പോൾ എപ്പോഴും ധ്യാന നിരതനായിരിക്കുമ്പോൾ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഭ്രൂമധ്യത്തിലാണ്. അവിടെയാണ് ആജ്ഞ, അവിടെയാണ് നമ്മുടെ കമന്റ്, അവിടെയാണ് നമ്മളുടെ എല്ലാവിധ ശക്തിയും കുടികൊള്ളുന്നത്. അപ്പോ ആജ്ഞാചക്രം നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലമാണ് ആജ്ഞാചക്രം. അവിടുന്നാണ് ശാസ്ത്രാര ചക്രത്തിലേക്ക് പോകുന്നത്. അപ്പോ കുലാമൃതൈകരസിക. ഇനിയോ അടുത്ത നാമമാണ് കുലസങ്കേത പാലിനി. കുലസങ്കേത പാലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി എല്ലാവിധ ഈ കൗളമാർഗത്തിലുള്ള എല്ലാ രഹസ്യങ്ങളെയും വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നത്. അപ്പോ ഈ മന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ മാർഗങ്ങളൊക്കെ ഇപ്പൊ കൗളമാർഗത്തിനെ പോലും വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. കാരണം കൗളമാർഗത്തില് മദ്യം വേണം, മാംസം വേണം, മത്സ്യമാംസാദികൾ വേണം, അതുപോലെ തന്നെ ബലി വേണം, രക്തം വേണം. ഇങ്ങനെയൊക്കെ കൗളമാർഗത്തിനെ വളരെ തെറ്റായ രീതിയിൽ, കാരണം ഇപ്പൊ ആ സുധയെ നമ്മൾക്ക് പാനം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ലെവലിൽ പോകുമ്പോൾ ഉന്മത്തമായിട്ടുള്ള ഒരു അവസ്ഥയാകുമ്പോൾ ആളുകൾ അതിനെ വളരെ മോശമായ രീതിയിൽ ഉപമിക്കുന്നത് എന്തുമായിട്ടാണ്? മദ്യപിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട്. അപ്പോ ഇങ്ങനെ ഷോർട്ട് കട്ടുകൾ വെച്ച് വളരെ മോശമായ രീതിയിൽ ഇതെല്ലാം ഹീനമായ ആചാര്യ സമ്പ്രദായത്തിലും ദേവിയുടെ തന്നെ വളരെ നീചാവസ്ഥയിലുള്ള പല രൂപങ്ങളും നമുക്കറിയാം. അതിനെയൊക്കെ പ്രാപിക്കുന്ന ഒരു ദുർമന്ത്രവാദത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറരുത്. ഇപ്പൊ ഈ കൗളാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആചാരമാണ്. അത് ഒരു ഗുരുമുഖത്തു നിന്നും അങ്ങനെ മറ്റൊരു ശിഷ്യനിലേക്ക് പ്രാപിച്ച് ആ ശിഷ്യനും അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ശിഷ്യനിലേക്ക് അങ്ങനെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായമാണിത്. അപ്പോ കുലസങ്കേത പാലിനി എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ആ കൗളമാർഗത്തിന്റെ ആ സങ്കേതത്തെ സൂക്ഷിക്കുന്ന ഒരു ഭഗവതി കൂടിയാണ് ദേവി. അതുകൊണ്ടാണ് കുലസങ്കേത മാലിനി. ഇനി ഇതിനകത്ത് ചക്ര രഹസ്യമുണ്ട്, മന്ത്രരഹസ്യമുണ്ട്, ആരാധനാ രഹസ്യമുണ്ട്. ഈ കുലസങ്കേതം കൗളമാർഗത്തിന് എന്തൊക്കെയുള്ളത്? ചക്ര രഹസ്യമുണ്ട്, കുണ്ടലിനി ആരാധനയിലെ ചക്രം ശ്രീചക്രമുണ്ട്, മന്ത്രരഹസ്യമുണ്ട്, ശ്രീവിദ്യ മന്ത്രം തന്നെ മന്ത്രരഹസ്യമാണ്, അത് മറ്റൊരു ആരാധനാ സമ്പ്രദായമാണ്. പിന്നെ ആരാധനാ രഹസ്യമുണ്ട്, കാരണം പലതരത്തിലും ഉപാസിക്കുന്നവരുണ്ട്. അപ്പോൾ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ കൗളമാർഗം. അത് ഗുരുശിഷ്യ പരമ്പരയായിട്ട്, അപ്പൊ സമയാചാര മാർഗം എന്ന് പിന്നെയും വരും. ഇത് കൗളമാർഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഗുരുശിഷ്യ പരമ്പരയായിട്ട് കൈമാറി പോകേണ്ട ഒരു കാര്യമാണിത് ഈ കൗളമാർഗം. അപ്പോ അതിനെ സൂക്ഷിക്കുന്നവളാണ് കുലസങ്കേത പാലിനി എന്ന് പറയുന്നത്. ഇനിയോ ദേവിയുടെ അടുത്ത 37ാമത്തെ ശ്ലോകം നോക്കാം. കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി. കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാര തൽപര. അപ്പോ 37ാമത്തെ ശ്ലോകത്തില് 7 നാമങ്ങളാണുള്ളത്. ആദ്യത്തെ ശ്ലോകത്തില് കുലാംഗന എന്നുള്ളൊരു നാമം 92ാമത്തെ, കുലാന്തസ്ഥ എന്നുള്ള നാമം 93ാമത്തെ, കൗലിനി എന്നുള്ള നാമം 94ാമത്തെ, 95ാമത്തെ നാമം കുലയോഗിനി. അപ്പോ ഇതെല്ലാം ഇങ്ങനെ വളരെ ഈ നമ്മൾ പറഞ്ഞിരുന്ന ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ കൗളമാർഗം അല്ലെങ്കിൽ കുണ്ടലിനി സമ്പ്രദായം അതിൽ അധിഷ്ഠിതമായിട്ടുള്ള നാമങ്ങളാണ്. നമ്മൾക്ക് പെട്ടെന്ന് ഇതെല്ലാം നോക്കിയിട്ട് മുന്നിലേക്ക് പോവാം. കുലാംഗന, അപ്പൊ ദേവി നല്ല കുലത്തിൽ ജനിച്ച അങ്കനയാണ്, സ്ത്രീയാണ്. അപ്പോ നല്ല കുലത്തിൽ ജനിച്ച കുലാംഗന എന്ന് പറഞ്ഞാൽ ദേവി വളരെ കുലവധുക്കളെ പോലെ ദുർലഭയാണ്. അപ്പോ ഈ ദേവിയുടെ രൂപമായിട്ടുള്ള മന്ത്രരൂപം അങ്ങനെ പുറത്ത് തുറന്നു വെച്ച് എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള ഒരു കാര്യമല്ല. അതിനകത്ത് ഈ ബീജമന്ത്രങ്ങളെ കോഡീകരിച്ചിട്ടാണ്, കോഡുകളെ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആർക്ക് കിട്ടിയാലും അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ആ മന്ത്രം കണ്ടാലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ശ്രീവിദ്യാമന്ത്രത്തെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തോ അക്ഷരങ്ങളാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾക്കറിയാം, നമ്മള് ദേവി മഹാത്മ്യം വായിക്കുമ്പോഴോ നമുക്ക് തോന്നും എന്താണ് ഈ ഒരുപാട് നാമങ്ങൾ 102 പ്രാവശ്യം ജപിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതിനെ പറ്റിയിട്ട്. അതിനെ അറിയുന്നവർക്ക് മാത്രമാണ് ആ രഹസ്യത്തിന്റെ താക്കോല് കിട്ടുള്ളൂ, അത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോ അതെല്ലാം ആ ദേവി, ആ ശ്രീവിദ്യാ രൂപിണിയായിട്ടുള്ള ഈ ദേവി തന്നെ കുലാംഗനയാണ്. ഒരു കുലസ്ത്രീയെ പോലെ വളരെയധികം എല്ലാവർക്കും, തൻ്റെ ഭർത്താവിനും തൻ്റെ പുത്രനും മാത്രം എല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അറിയാവുന്ന
ഒരു സ്ത്രീ, ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് മാത്രമേണ് ആ ഒരു കുലസ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും, ജോലിക്ക് പോകുന്നതാണെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നവരാണെങ്കിലും അവരെ പറ്റിയിട്ടുള്ള ആ ധാരണ ആർക്കേ ഉണ്ടാവുള്ളൂ? അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് മാത്രം, അടുത്ത ആളുകൾക്ക്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഉണ്ടാവില്ല. അവരെ കാണും, അവര് പുറത്തു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ, പക്ഷെ അവർക്കൊന്നും അവരെ അറിയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മന്ത്രങ്ങളെല്ലാം ഗോപ്യമാണ്, ഇതിന്റെ രൂപങ്ങൾ ഗോപ്യമാണ്. അങ്ങനെയുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള അങ്ങനെയാണ് ഈ ആരാണ്? കുലാങ്കന എന്ന് പറയുന്നത്. അപ്പോ പരദേവതയായിട്ടുള്ള ശ്രീവിദ്യ തൻ്റെ കുലത്തിനോട് മാത്രം ഇണങ്ങുന്നു. അപ്പോ തൻ്റെ കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയുന്ന, തന്നെ അറിയാൻ ശ്രമിക്കുന്ന, തൻ്റെ ആരാധകരായ അല്ലെങ്കിൽ തൻ്റെ തന്നെ പിന്നെ ഭക്തരായ അവർക്ക് വേണ്ടിയിട്ട് ഇണങ്ങുന്ന, അടുത്തിടപഴകുന്ന കുലാങ്കനയാണ് ദേവി. ഇവിടെ സൗന്ദര്യലഹരിയുടെ 5ാമത്തെ ശ്ലോകം, അതിനകത്ത് എന്താ പറയുന്നത്? മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് സഞ്ചരിച്ച് പരമശിവനുമായിട്ട് രമിക്കുന്ന ആ ദേവിയെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോ ആ ദേവി ഓരോ യുഗാന്തരങ്ങളില്, ഓരോ യുഗങ്ങളിലും ദേവി ഓരോ രൂപത്തില് പരമേശ്വരനുമായി മാത്രം സംയോജിച്ച് ഈ സൃഷ്ടിയും ബ്രഹ്മാണ്ടത്തെ നിലനിർത്തുന്നവളാണ്. അപ്പോ ആ ഒരു അർത്ഥം കൂടിയുണ്ട്. പരമേശ്വരന്റെ മാത്രം പത്നിയായിരിക്കുന്ന കുലാങ്കന എന്നും പറയാം. ഇനിയോ കുലാന്തസ്ഥ. അപ്പൊ കുലാന്തസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ കുലത്തിന്റെ, ഇപ്പൊ കുലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനുഷ്യരാശിയെ ഒരു കുലമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ പല വർഗങ്ങളും ഉണ്ട്. ഇപ്പോൾ മൃഗങ്ങളിൽ തന്നെ പല വർഗങ്ങളുണ്ട്. പശുക്കളുണ്ട്, അല്ലെങ്കിൽ ശ്വാക്കളുണ്ട്, ശ്വാക്കള്, ഗോക്കള്. അപ്പൊ അതൊക്കെ ഓരോ കുലമാണ്. അപ്പൊ ഈ കുലം എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നതാണ്. അത് ആ കുലങ്ങളുടെ, ആ കുലത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ മധ്യത്തില്, അന്തസ്ഥ എന്ന് പറഞ്ഞാൽ മധ്യത്തില്, അപ്പൊ ഈ കുലത്തിന്റെ മധ്യത്തില് സ്ഥിതി ചെയ്യുന്നുള്ള. അപ്പോ ഇവിടെ ത്രിപുടി കൂടെ ഒരു സൂചനയാണ്. ത്രിപുടി നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ത്രിപുടി എന്താണെന്നുള്ളത്, ഇപ്പൊ ത്രിപുടിയുടെ ജ്ഞാനം, അതുപോലെ തന്നെ ജ്ഞേയം, അതുപോലെ ജ്ഞാതാവ് എന്ന് വെച്ചാൽ അറിവ്, ആ അറിവിന്റെ വഴി, അതുപോലെ തന്നെ അറിയുന്നവൻ. ഈ 3 ഈ അതിന്റെ അന്തസ്ഥയായിട്ടുള്ളതാണ്. എല്ലാ ത്രിപുടികളുടെയും അന്തസ്ഥ, അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി തന്നെയാണ് ഈ ദേവി. അതുകൊണ്ട് കുലാന്തസ്ഥ എന്ന് പറയുന്നു. അല്ലെങ്കിൽ കൗളമാർഗത്തില്, വളരെ കൗളമാർഗത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം. അപ്പോ ത്രിപുടി എല്ലാ ത്രിപുടികളുടെയും മധ്യസ്ഥയായിട്ടിരിക്കുന്ന ദേവി എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ കൗളമാർഗത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ദേവി, അല്ലെങ്കിൽ കൗളമാർഗത്തിൽ അടങ്ങിയിരിക്കുന്ന ദേവി എന്ന് പറയാം. അല്ലെങ്കിൽ സഹസ്രാര പത്മത്തിൽ അതിന്റെ അകത്ത് ശിവനുമായി സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും ഇവിടെ കുലാന്തസ്ഥ എന്ന് പറയാം. കാരണം ദേവിയുടെ ആ രൂപം എവിടെയും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തെടുത്താലും ആരാധകൻ അല്ലെങ്കിൽ ആ സാധകൻ എന്തെടുത്താലും അത് ദേവി ഭാവത്തോടു കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളില് ദേവിയെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ അനുഭവം ഉണ്ടാവും നിങ്ങൾക്ക് എന്നുള്ളത് ഈ ലളിതാ സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ദേവിയെ ഓർക്കുകയാണെങ്കിൽ, ആ ദേവിയുടെ രൂപം മനസ്സിൽ പതിയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അത്ഭുതങ്ങളായിട്ടുള്ള പലതും സംഭവിക്കും. അപ്പോ ഇവിടെ ദേവി അങ്ങനെ എല്ലാറ്റിൻ്റെയും അന്തസ്ഥയായിരിക്കുകയാണ്, എല്ലാ കുലങ്ങളുടെയും. അത് കഴിഞ്ഞാൽ 94ാമത്തെ നാമാണ് കൗളിനി. ഇവിടെ വീണ്ടും കുലത്തെ സംബന്ധിച്ചവൾ എന്ന് തന്നെയാണ് അർത്ഥം. കൗളിനി എന്ന് പറഞ്ഞാൽ കുലത്തെ സംബന്ധിച്ചവൾ. അപ്പോ ശിവശക്തി ഐക്യ രൂപമായ ആ പരമ ചൈതന്യം തന്നെയാണ് കൗളിനി എന്ന് പറയുന്നത് ഇവിടെ. അപ്പോ ഇവിടെ കൗളിനിക്ക് ഇപ്പൊ നമ്മളെ എവിടെ വേണമെങ്കിൽ ദേവിക്ക് വസിക്കാം. ദേവിക്ക് വസിക്കാൻ ദേശവാസിയാണ് ദേവി, അതുപോലെ തന്നെ ഗൃഹവാസിയാണ് ദേവി, അതുപോലെ തന്നെ വംശങ്ങളുടെ വാസിയാണ് ദേവി, അതുപോലെ തന്നെ ഈ ദേഹവാസിയാണ് ദേവി. എങ്ങനെ ആരാധിക്കുന്നു, എവിടെ വെച്ച് ആരാധിക്കുന്നു, അവിടെയെല്ലാം ആരാധിക്കപ്പെടാൻ യോഗ്യതയുള്ള, അല്ലെങ്കിൽ അവിടെയെല്ലാം പ്രത്യക്ഷമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ദേവിയായിരിക്കുകയാണ് ഇവിടെ കൗളിനി എന്ന് പറയുന്ന രൂപത്തിലുള്ള ദേവി സ്ഥിതി ചെയ്യുന്നതാണ്. ഇനിയോ കുലയോഗിനി, ഇതെല്ലാം ആ മാർഗമാണ്. ഇപ്പൊ കുലത്തോട് യോഗം പ്രാപിച്ചവൾ എന്നാണ് പറയുന്നത്. കുലാന്തസ്ഥ എന്ന് പറയുമ്പോഴും കൗളിനി എന്ന് പറയുമ്പോഴും ഒക്കെ ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത്. കുലത്തോട് യോഗം പ്രാപിച്ചവൾ. അപ്പോ കുലത്തോട് യോഗം പ്രാപിച്ചവൾ, അല്ലെങ്കിൽ കുണ്ടലിനി ചക്രങ്ങളെയും നമ്മൾ പറഞ്ഞ കൗളം അല്ലെങ്കിൽ കുളം എന്ന് പറയും. അപ്പൊ നമ്മുടെ ഷഡാധാര ചക്രങ്ങളെ കൗളം എന്ന് പറയും, അല്ലെങ്കിൽ കുളം എന്ന് പറയും. ആ കുളത്തിലെ ഏറ്റവും താഴത്തെ ഭാഗത്ത് എവിടെയാണ് ഇരിക്കുന്നത്? ഏറ്റവും താഴെ മൂലാധാര ചക്രത്തിലാണ്
ഈ ദേവി സ്ഥിതി ചെയ്യുന്നത്. ആ മൂലാധാര ചക്രത്തിനെ അപ്പൊ നമുക്ക് അവിടെ ആ മൂലാധാര ചക്രത്തിനെയും പറയാം എന്ത്, ഈ കുളം എന്ന്. അപ്പൊ കുളയോഗിനി എന്ന് പറഞ്ഞാൽ അവിടെ യോഗാവസ്ഥയിലിരിക്കുന്ന ആ ദേവിയാണ്, യോഗം പ്രാപിച്ച് അല്ലെങ്കിൽ യോഗാവസ്ഥയിലിരിക്കുന്ന ദേവിയാണ്, അല്ലെങ്കിൽ കൗള സമ്പ്രദായത്തോട് ചേർന്നിരിക്കുന്നവളാണ് ദേവി. അപ്പൊ ഈ നാമങ്ങളൊക്കെ കുളാന്തസ്ഥ അല്ലെങ്കിൽ കൗലിനി, കുളയോഗിനി, ഇനി അകുള അടുത്ത നാമം 96ാമത്തെ നാമം. ഇവിടെ എന്താ പറയുന്നത്? കുലങ്ങൾക്കെല്ലാം അതീതയായവളാണ്. അപ്പോ ഒരു കുലം എൻ്റെ മാത്രമാണ് എന്നില്ല ദേവിക്ക്. എല്ലാ കുലങ്ങൾക്കും അതീതയാണ്, പ്രപഞ്ച സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് അകുള എന്നുള്ള നാമം. അപ്പോ കുലം ഇല്ലാത്തവൾ. നേരത്തെ എന്താ പറഞ്ഞ? എല്ലാ കുലങ്ങളുടെയും അന്തസ്ഥയാണ് ദേവി. ഇനി പറയുന്നതോ കുലമേ ഇല്ല ദേവിക്ക്. എല്ലാ കുലങ്ങളും ദേവിയുടെ തന്നെയാണ്, അപ്പൊ കുലമേ ഇല്ല. നമ്മളൊക്കെയാണ് ഇങ്ങനെ 2 രൂപങ്ങളുള്ളൂ അല്ലെങ്കിൽ 3 രൂപങ്ങളുള്ളൂ, ദേവിക്കില്ല. അകുള സഹസ്രാരത്തിലിരിക്കുന്ന ദേവിയെയും അകുള എന്ന് വിളിക്കാം. അപ്പോ ആ സുധാസാരാഭിവർഷിണി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ ദേവി ആ സംസ്ഥിതിയായിരിക്കുമ്പോൾ സഹസ്രാര ചക്രത്തില് അപ്പോഴും അകുള സഹസ്രാരം എന്നതിനെ വിളിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ദേവിയെയും അകുള എന്ന് വിളിക്കാം. അപ്പോ കുളാന്തസ്ഥ, കൗളിനി, കുളയോഗിനി, അകുള സമയാന്തസ്ഥ, സമയാചാര തൽപര. അപ്പൊ ഇതുവരെ നമ്മള് കൗളമാർഗത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി അതിലെ ഗൂഢമായിട്ടുള്ള മാനസ പൂജ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സമയാന്തസ്ഥ, സമയാചാരം. അപ്പൊ കൗളാചാര മാർഗവും സമയാചാര മാർഗവും. സമയാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. കൗളമാർഗത്തിനെ പോലെ തന്നെ സമയാചാര മാർഗത്തിൽ അന്തസ്ഥയായിട്ടുള്ളതാണ്, അതിന്റെ ഉള്ളിലിരിക്കുന്നവളാണ് ദേവി. ഇത് ഈ ഹൃദയത്തില്, നമ്മുടെ ആ ഹൃദയമാകുന്ന ആ ആകാശത്തില് നമ്മൾ ദേവിയെ ആ ചക്രരൂപത്തിൽ പ്രതിഷ്ഠിച്ച്, ശ്രീചക്രത്തില് ഹൃദയമായിട്ട് പ്രതിഷ്ഠിച്ച് ചക്രമൊന്നും വെക്കാതെ അങ്ങനെ മാനസ പൂജ നടത്തുന്ന വളരെ ശ്രേഷ്ഠമായ തരത്തിലുള്ള ഒരു ആരാധനാ സമ്പ്രദായമുണ്ട്. അതാണ് സമയാചാര സമ്പ്രദായം. ഇത് വളരെ ശ്രേഷ്ഠമാണ്, ഗുരുമുഖത്ത് തന്നെ കിട്ടേണ്ടതാണ് അതിൻ്റെ എല്ലാ ടെക്നിക്കുകളും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ ആർക്കെങ്കിലും അതൊക്കെ പഠിക്കാനുള്ള ഭാഗ്യമുണ്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് അന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. എന്താണ് സമയാചാരം എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തില് സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെയാണ്. ആ ഹൃദയാകാശത്തില് ഇപ്പൊ ശിവമാനസ പൂജയൊക്കെ ഉണ്ട്. രത്നൈ കൽപ്പിതമാസനം ഹിമചലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം മൃഗമദാ മോദാങ്കിതം ചന്ദനം ജാതി ചമ്പക വില്ലുപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപ്പിതം ഗൃഹ്വതാം. ഇവിടെ എന്താണ് പറയുന്നത്? മാനസപൂജയാണ്, ശിവമാനസ പൂജയാണത്. അപ്പോ ശിവനെ പ്രതിഷ്ഠിക്കുകയാണ്. രത്നൈ കൽപ്പിതമാസനം, രത്നത്തിലുള്ള ആസനം കൊടുത്തു ഭഗവാന്. സ്നാനം ച ദിവ്യാംബരം, സ്നാനം ചെയ്യിപ്പിച്ചു, അംബരം വസ്ത്രം ഉടുപ്പിച്ചു. നാനാരത്ന വിഭൂഷിതം മൃഗമദാ മോദാങ്കിതം ചന്ദനം, എല്ലാം ആ കളഭ കൂട്ടുകൊണ്ടുള്ള ചന്ദനം ഉണ്ടാക്കി അതെല്ലാം കൊടുത്തു, ഓരോന്നും കൊടുത്ത് ഇനി വസ്ത്രം ഉടുപ്പിക്കും, അതിനുശേഷം വീശും, അതിനുശേഷം ഇരുത്തും, അവസാനം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം, പിന്നെ ആ ശ്ലോകത്തോടു കൂടി അവസാനിക്കുകയാണ്. അപ്പോ ഈ എല്ലാവരും ഹൃദിസ്ഥമാക്കേണ്ട ഒരു ശ്ലോകമാണ് ഇത്, നമ്മുടെ ഈ ശിവമാനസ പൂജ എന്നുള്ള 5 സ്റ്റാൻസ അടങ്ങിയിട്ടുള്ള 6 സ്റ്റാൻസ അടങ്ങിയിട്ടുള്ള ശ്ലോകം. അതിനകത്ത് എല്ലാവർക്കും അവസാനത്തെ മാത്രമാണ്, സമർപ്പണ ശ്ലോകം മാത്രമേ അറിയുള്ളൂ. പക്ഷേ ശിവനെ മാനസത്തോടുകൂടി പൂജിച്ചിട്ട് ഇരുത്തി ആരാധിച്ച് പായസാന്നം കൊടുത്ത് അതിനെ തൃപ്തനാക്കിയതിന് ശേഷം ആണ് സമർപ്പിക്കുന്നത് മനസ്സില്. ഇപ്പോ ഇതേപോലത്തെ ഒരു ആരാധനാ സമ്പ്രദായമാണ് ഇവിടെ ഈ സമയാചാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ ഒന്നും അറിയാതെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. മറ്റത് അതിന് ഓരോ ഇപ്പം മണിപ്പൂര ചക്രത്തിൽ ദേവിയെ 64 വസ്തുക്കളെ കൊണ്ട് പൂജിച്ച്, മണി രത്നങ്ങളെ കൊണ്ട് പൂജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഈ സമയാചാരത്തിലും കൗളമാർഗത്തിലൊക്കെയുള്ള പൂജയൊക്കെ. അത് നമ്മൾക്ക് അതിനെക്കുറിച്ച് വേണ്ടവർ മാത്രം അതിനെക്കുറിച്ച് പഠിക്കുക, മറ്റവർ അതൊരു ആചാരക്രമമാണെന്ന് മാത്രം അറിയുക. സമയാചാര തൽപര. അപ്പോ സമയാചാര വിധി അനുസരിച്ചുള്ള മാനസ പൂജയിൽ തൽപരയായവളാണ് ദേവി. അപ്പോ നാമം ഒന്നും കൂടി നമുക്ക് ചൊല്ലാം. അകുലാ സമയാന്തസ്ഥ സമയാചാര തൽപര. അടുത്തത് 38ാമത്തെ ശ്ലോകമാണ്. മൂലാധാരൈക നിലയ
ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ഇവിടെ ഇനി നമ്മൾ പഠിച്ചിരുന്ന അതേ കാര്യങ്ങൾ തന്നെ കുണ്ടലിനിയിലെ എവിടെയാണ് ദേവി ഇരുന്നതെന്നും അത് കഴിഞ്ഞ് ദേവി എങ്ങനെയാണ് ഓരോ ഗ്രന്ഥികളും വിഭേദിച്ച് മുന്നിലോട്ട് പോകുന്നത് എന്ന് നമ്മൾക്കറിയാൻ പറ്റും. അതിനുശേഷം ആ ബ്രഹ്മഗ്രന്ഥി വിഭേദിക്കുന്നു. അപ്പോൾ ചുരുക്കമായിട്ട് ഇതിനൊന്ന് സൂചിപ്പിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഇങ്ങനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ 6 ചക്രങ്ങളാണ്. അപ്പൊ ഈ 6 ചക്രത്തെയും 3 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോ മൂലാധാരം അതിൻ്റെയൊക്കെ എവിടെയാണെങ്കിലും എന്താണ് അതിൻ്റെ എന്തിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും അറിയണം, അതുപോലെ തന്നെ എവിടെയാണെന്നും അറിയണം. അപ്പൊ നമുക്കറിയാം മൂലാധാര ചക്രത്തിലാണ് കുണ്ടലിനി ഒരു ദിശതന്തു തനീയസി, ഒരു താമര നൂല് പോലെ, ഇങ്ങനെ വളരെ നേർത്ത താമര നൂല് പോലെ ആ ശക്തി ഒരു 2.5 ചുറ്റുള്ള സർപ്പാകൃതിയില് അധോമുഖമായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. ഉറക്ക ഒരു മിന്നൽ പിണർ പോലെയാണ്, പക്ഷെ അതിന്റെ ഗതി അല്ലെങ്കിൽ അതിന്റെ ശക്തി എങ്ങനെയാണ്? ഉറങ്ങുന്ന രൂപത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ദേവിയുടെ സ്ഥിതി തന്നെയാണത്. അപ്പോ ഏറ്റവും പ്രാകൃതമായിട്ട്, പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രാകൃതർ എന്നല്ല അർത്ഥം, ഏറ്റവും നമ്മള് ഈ ആചാരക്രമങ്ങളൊക്കെ ദേവിയെ നമ്മളിൽ സമന്വയിപ്പിക്കുന്നതിന് മുന്നേയുള്ള നമ്മുടെ പ്രാണശക്തിയാണ് ആ കുണ്ടലിനി എന്ന് പറയുന്ന മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി. അപ്പോ ഈ മൂലാധാര ചക്രവും സ്വാധിഷ്ഠാന ചക്രവും, സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഭിയുടെ താഴെയാണ് വരുന്നത്. അപ്പോൾ മൂലാധാരത്തിനും നാഭിയുടെ താഴെയും വരുന്ന ആ ചക്ര സ്ഥലമാണ് സ്വാധിഷ്ഠാന ചക്രം. നമ്മൾ പറഞ്ഞു അത് ജലതത്വമാണ്, അവിടെ ആദ്യത്തെ ഭൂമി തത്വമാണ്. അപ്പോ ഇവിടെ അഗ്നിയാണ്, അഗ്നിഖണ്ഡം എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലെ ഭാഗമാണ് എന്ത്? ബ്രഹ്മഗ്രന്ഥി. അപ്പോ ഇത് ഇങ്ങനെ ഇപ്പൊ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇട പിങ്കള 2 നാഡികളും നടുവില് സുഷുമ്നയും. അപ്പോൾ ഇട പിങ്കള നാഡികളിലൂടെയാണ് ശ്വാസവും ഉച്ഛ്വാസവും പ്രാണന് കിട്ടുന്നത്. പക്ഷെ പ്രാണൻ, ഈ കുണ്ടലിനി എന്ന് പറയുന്നത് പ്രാണൻ തന്നെയാണ്. ആ പ്രാണന് ഉയരണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഥാനം നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഇടയും പിങ്കളയും തമ്മിലുള്ള ആ ശ്വാസത്തെ ക്രമീകരിച്ച് ഈ ശ്വാസം നമ്മൾ ഏതിലൂടെ കൊടുക്കണം? നമ്മുടെ സുഷുമ്നയിലേക്ക് എത്തണം. അതാണ് മൂലാധാരത്തെ ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പറയും, പലപ്പോഴും പറയും മൂല് ബന്ദ് കറോ എന്ന് പറയും. നമ്മൾ യോഗ ചെയ്യുമ്പോൾ മൂല് ബന്ദ് ചെയ്തിട്ട് ശ്വസിക്കാൻ പറയും. എന്നിട്ട് അങ്ങനെ പ്രാണനെ ഉയർത്താനുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഇതിന് ട്രിഗർ കിട്ടും. ട്രിഗർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഫുരണം, ആ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് യോഗ ചെയ്ത് അതിനുശേഷം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിച്ച് വെറും ശ്വാസവും ഉച്ഛ്വാസവും അല്ലാതെ അതിനെ കോൺഷ്യസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ നമ്മൾക്ക് അതിനെ സുഷുമ്നയിലൂടെ, സുഷുമ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സുഷുപ്ത അവസ്ഥയിലാണ് അവിടെ കുണ്ടലിനി ഇരിക്കുന്നത്. അതിൽ പ്രവേശിപ്പിക്കുമ്പോൾ അത് ഉണരാൻ തുടങ്ങും. ഉണർന്നിട്ട് അത് ആദ്യത്തെ കെട്ടാണ് ബ്രഹ്മഗ്രന്ഥി. ഈ അഗ്നികണ്ഠം മുറിച്ചു കടന്ന് ബ്രഹ്മഗ്രന്ഥിയിലെത്തും. അവിടെ ബ്രഹ്മഗ്രന്ഥിയെ അത് ഭേദിക്കുന്നു. അങ്ങനെ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ചു കഴിഞ്ഞാൽ അടുത്ത ചക്രമാണ് ഇവിടെ മണിപൂരകം. നാഭി സ്ഥാനത്താണ് മണിപൂരക ചക്രം. ജലസ്ഥാനം കഴിഞ്ഞു, ഇനിയുള്ളത് അവിടെയാണ്. 3ാമത്തെ സ്ഥാനം ഏതാണ്? അഗ്നിസ്ഥാനമാണ്. അപ്പോ മണിപൂരക ചക്രത്തിനും അടുത്ത ചക്രമാണ് ഹൃദയം, അതാണ് അനാഹതം. മണിപൂരകത്തിനും അനാഹതത്തിനും തൊട്ടു മുകളിലാണ്, അത് സൂര്യഖണ്ഡമാണ്, അതിനാണ് വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോ അവിടുത്തെ ദേവത വിഷ്ണുവാണ്, വിഷ്ണുഗ്രന്ഥി. ആ ഗ്രന്ഥിയിലെ അനാഹതത്തിന്റെ മുകളിലേക്ക് കുണ്ടലിനി ശക്തി പ്രയാണം ചെയ്യുമ്പോൾ വിഷ്ണുഗ്രന്ഥിയെ വിഭേദിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ആദ്യത്തെ നാമം എന്താണ്? മൂലാധാരക നിലയ. ആ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. അതുപോലെ സുഷുമ്ന നാഡിയുടെ കീഴേ അറ്റത്ത് ഗുദത്തിനും ലിംഗത്തിനും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് പ്രാണൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. അവിടെ അങ്ങനെയുള്ള ആ ദേവിക്ക് നമസ്കാരം. അത് കഴിഞ്ഞാൽ എന്താണ്? മൂലാധാരക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ഇപ്പോ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിച്ച് 2 ചക്രങ്ങളും കടന്ന് മുന്നിലേക്ക് പോയി. അതിനുശേഷം മണിപൂരകവും അനാഹതവും കടന്ന് സൂര്യഖണ്ഡത്തിലൂടെ മുകൾ ഭാഗത്തില് വിഷ്ണുഗ്രന്ഥി വിഭേദിക്കുന്നു. അതിനുശേഷം കണ്ഠസ്ഥാനത്തേക്ക് പ്രാണൻ എത്തുന്നു. അതാണ് വിശുദ്ധി ചക്രം. വിശുദ്ധിയും അത് കഴിഞ്ഞാൽ ആജ്ഞാചക്രം, ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രം.
അവിടെ എത്തുമ്പോഴാണ് ചന്ദ്രഖണ്ഡമാണ് അവിടെ. ആ ചന്ദ്രഖണ്ഡത്തിന്റെ മുകൾ ഭാഗത്താണ് രുദ്രഗ്രന്ഥി ഇരിക്കുന്നത്. ആ രുദ്രഗ്രന്ഥി വിഭേദിക്കുമ്പോൾ സഹസ്രാര പത്മത്തിലേക്ക് ഉപാസകന്റെ പ്രാണൻ പ്രവേശിക്കുകയാണ്. കുണ്ടലിനി ശക്തി അവിടെ ഇരുന്ന് ആ ഒരു അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരിക്കാൻ പറ്റില്ല. അത് 102 പിന്നെ നമ്മളുടെ നാഡികളെയും ഒരുമിച്ച് ആ സുധായുടെ ആ എന്താ പറയുക, ഏറ്റവും അമൃതരസത്തിൽ ആറാടിച്ചിട്ട് ആ ഒരു നിർവൃതി കൊടുക്കുന്ന അനുഭവമായി മാറും. ശിവശക്തി അങ്ങനെ ആ സംയോഗം സംഭവിക്കും അവിടെ പ്രാണന്റെ. അതിനുശേഷം വീണ്ടും അതിന്റെ പ്രയാണം തിരിച്ച് കുണ്ടലിനിയിലേക്ക് വരും. അതിനുശേഷം സാധകന് ഇതിന് എപ്പോൾ അദ്ദേഹത്തിന് സാധന ചെയ്യാൻ പറ്റുമോ സാധകനെ വീണ്ടും ഇങ്ങനെ സഹസ്രാരത്തിലേക്ക് ഉയർത്തി ആ അനുഭൂതി കാണാൻ പറ്റും. അങ്ങനെയാണ് ആത്മതത്വം വെളിവാക്കുന്നത്. ഞാനും ദേവിയും രണ്ടല്ല, ഈ പ്രപഞ്ചവും ഞാനും രണ്ടല്ല എന്നുള്ള തത്വത്തിലേക്ക് നാം എല്ലാം എത്തിച്ചേരുന്നത്. ഇന്നത്തെ ഈ ടോപ്പിക്ക് തന്നെ കുറച്ച് വിഷമം പിടിച്ചതായിരുന്നു. ഇത് തുടക്കത്തിൽ ഇതിനൊരു ഗ്രിപ്പ് കിട്ടാൻ സമയമെടുക്കും. അതിപ്പോ നമ്മളും പറയുമ്പോഴും അതുപോലെ തന്നെയാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് അങ്ങോട്ട് ശരിയായ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് ആ ഒരു സമയം വരണം അതിന്, അപ്പോഴേ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിച്ച് കേട്ടവർക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും അതിനെ തീർക്കാവുന്നതേ ഉള്ളൂ. ഈ മന്ത്രങ്ങളുടെ മന്ത്രരൂപത്തിൽ അധികം ഫോക്കസ് ചെയ്യേണ്ട, പക്ഷെ കുണ്ടലിനി ശരിക്കും ഫോക്കസ് ചെയ്തോളൂ. കാരണം ഇത് ഓരോ സാധകനും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. എത്ര എനർജൈസ് ചെയ്യാൻ പറ്റും ശരീരത്തെ, അത്രയും നമ്മൾക്ക് ആ ശരീരം അരോഗമായി മാറും, മനസ്സ് സ്ഥിരമായി നിൽക്കും. അതുപോലെ തന്നെ ഈ ആത്മാവും അതുപോലെ തന്നെ പ്രപഞ്ചവും നമ്മളും ഒന്നാണെന്നുള്ള, ദേവിയും ഒന്നാണെന്നുള്ള ആ സാരൂപ്യം ഉണ്ടാവും. അതിനുശേഷം ആ സാമീപ്യവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ സമാപിക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ.